എനിക്കറിയുന്നൊരു വ്യക്തി, അദ്ദേഹത്തിനൊരു കുഞ്ഞുണ്ടായി. ആ കുട്ടി അത്ര ആരോഗ്യവാനും അത്ര രോഗമുക്തനുമായി ജനിക്കുമെന്ന് അയാളോ അയാളുടെ കുടുംബമോ വിചാരിച്ചിട്ടില്ല. ഡോക്ടർമാർ നേരത്തെ പറഞ്ഞതും അയാളുടെ മുന്നിൽ നേരത്തെയുള്ള അസസ്മെന്റ്സ് ഒക്കെ അടക്കം, കണക്കുകൂട്ടലൊക്കെ അടക്കം ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു തകരാറുണ്ടാകുമെന്ന് അയാൾ വിചാരിച്ചതാണ്. അൽഹംദുലില്ലാഹ്, ഒരു തകരാറില്ലാതെ ഒരു കുഞ്ഞ് ജനിച്ചു. 3 കിലോ 200 ഗ്രാമുള്ള കുഞ്ഞിനെ കൈത്തണ്ടയിൽ വെച്ച് അയാൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ശുക്ർ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രധാന ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ആംബുലൻസ് റെഡിയാണ്, കുട്ടി കുറച്ചു ഗുരുതരമായ അവസ്ഥയിലാണ്, കുറച്ച് പ്രയാസത്തിലാണ്, നിങ്ങള് അവനെ ഇന്ന ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ രണ്ടിലൊരു ഹോസ്പിറ്റലിലേക്ക് പോകാം, പറഞ്ഞാൽ അവിടെ വിളിച്ച് എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്യാം. ഒരു ഞെട്ടലോടുകൂടെ അയാൾ ഇത് കേട്ടു. ആംബുലൻസ് അയാളുടെ കുഞ്ഞിനെയും കൊണ്ട് കുതിച്ചു പാഞ്ഞു. ആംബുലൻസ് അതിവേഗം കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നു. ജീവിതത്തിൽ ആദ്യമായി മരിക്കാനൊരുങ്ങുന്ന ജീവനും കൊണ്ട് പായുന്ന ആംബുലൻസിൽ അയാൾ കയറിയിരിക്കുകയാണ്. കൂടെയുള്ള നഴ്സ് ഡ്രൈവറോട് പറയുന്നുണ്ട്, ഫാസ്റ്റ് ഫാസ്റ്റ് എന്ന് അവരിങ്ങനെ പറയുന്നുണ്ട്. ഓക്സിജന്റെ അളവ് അവർ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 3.5 വർഷം താൻ കാത്തിരുന്ന കുഞ്ഞ് തന്റെ മുന്നിൽ ക്രമേണ മരണത്തിന് കീഴ്പ്പെടുന്നത് അയാൾ നോക്കിക്കണ്ടുകൊണ്ടിരുന്നു. ഈ കുഞ്ഞിനെ ഇടയ്ക്കെപ്പോഴോ ഒന്നുകൂടി നോക്കിയതിന്റെ ശേഷം ആംബുലൻസ് ഡ്രൈവർ അയാളുടെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ വിശ്വാസത്തിന്റെ പുതിയ വെളിച്ചങ്ങൾ സ്വീകരിച്ചേറ്റെടുത്തതുപോലെ വീണ്ടും തന്റെ വാഹനത്തിന് ഗതിവേഗം കൂട്ടുന്നത് അയാൾ ശ്രദ്ധിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, നമ്മൾ 4 ഇതിലുണ്ട്. ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ 4 പേരും കൂടി അപകടത്തിൽപ്പെടേണ്ടതില്ല. നിങ്ങളെ കാത്തിരിക്കുന്ന കുടുംബ മക്കളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഒരു സുരക്ഷിതമായ വേഗതയിൽ നിങ്ങൾ പോയാൽ മതി. ഈ ഉപ്പയുടെ ആവശ്യമൊന്നും ആ ആംബുലൻസ് ഡ്രൈവർ ശ്രദ്ധിക്കുന്നേയില്ല. കുതിച്ചു പാഞ്ഞെത്തിയ ആംബുലൻസ് ഡ്രൈവർ നിശ്ചലനായി. എവിടെയെന്നറിയോ? ഒരു വലിയ റെയിൽവേ ഗേറ്റിന്റെ മുന്നിൽ. ആ റെയിൽവേ ഗേറ്റിന്റെ മുന്നിൽ നീണ്ടുകിടക്കുന്ന വാഹന വ്യൂഹങ്ങൾക്ക് മുന്നിൽ അയാൾ തന്റെ കയ്യിലെ ഹോണുകൾ കൊണ്ട് ബഹളം വെച്ചു. അയാൾക്ക് മുന്നിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, നാട്ടുകാർ, മറ്റു വാഹനക്കാർ എല്ലാവരും വഴിയൊരുക്കി. ഏറ്റവും മുന്നിൽ കൊണ്ടുപോയിട്ടു. ട്രെയിൻ പോയതിന്റെ തൊട്ടടുത്ത നിമിഷം ആ ആംബുലൻസ് വീണ്ടും കുതിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു. ഹോസ്പിറ്റലിലെത്തി കാഷ്വാലിറ്റിയിലൂടെ കുഞ്ഞിനെ നേരെ ICUലേക്ക് കൊണ്ടുപോകുമ്പോൾ ലിഫ്റ്റ് കംപ്ലൈന്റ് ആണ്. 3-ാം നിലയിലെ ICUലേക്ക് ആ കുഞ്ഞിനെയും കൊണ്ട് ഈ പറഞ്ഞ വ്യക്തിയുടെ ഒരു സഹപ്രവർത്തകൻ അയാൾ ഓടി. ഒരുപക്ഷെ ഒരു വലിയ ദൂരം ഒരു ചെറിയ സമയം കൊണ്ട് ഓടിക്കയറിയതിന്റെ റെക്കോർഡ് അയാൾക്ക് അന്ന് കിട്ടിയിട്ടുണ്ടാകുമോ എന്ന് തോന്നുന്നു. എല്ലാം കഴിഞ്ഞ് റിലാക്സ് ചെയ്തതിന്റെ ശേഷം ഇയാളെ ആംബുലൻസ് ഡ്രൈവറെ കുറിച്ച് ഓർത്തു. അപ്പൊ ആംബുലൻസ് ഡ്രൈവർ വളരെ ശാന്തനായി മുറ്റത്തിരിക്കുന്നുണ്ട്. തിരക്കിനിടയിൽ ഞാൻ നിങ്ങളെ മറന്നുപോയി. ഒരു കുഴപ്പമില്ല സാർ, എനിക്കൊരു പരാതിയും തോന്നിയില്ല. കാരണം കുറെ വർഷങ്ങളായി ഞാൻ ഈ ഫീൽഡിലുണ്ട്, കുറെ വർഷങ്ങളായി ഈ ഫീൽഡിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ജീവനും കൊണ്ട് ഓടുന്ന വാഹനത്തിൽ പാതി വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ട ജീവനുകളെയും കൊണ്ട് ഞാൻ തിരിച്ചു പോന്നിട്ടുണ്ട്. എന്റെ ഉള്ളിലെ എല്ലാ ആവേശവും ചോർന്ന് ജീവിതത്തിലേക്ക് പലരെയും ഞാൻ പിടിച്ചു കയറ്റിയിട്ടുണ്ട്. പക്ഷേ എത്ര വേഗതയിൽ ഞാൻ വണ്ടി ഓടിച്ചാലും രോഗിയുടെ പേഷ്യൻസിന്റെ കുടുംബങ്ങൾക്ക് ഒരിക്കലും തൃപ്തി വരാറില്ല. എന്നോട് വേഗത കൂട്ടാൻ പറയാറാണ്. പക്ഷെ താങ്കൾ പറഞ്ഞത് എന്താണ്? നിങ്ങൾക്കുണ്ട് മക്കൾ, നിങ്ങൾക്കുണ്ട് ഭാര്യ, നിങ്ങൾക്കുമുണ്ട് കുടുംബം. എന്റെ കുഞ്ഞിനു വേണ്ടി എല്ലാവരുടെയും കൂടെ ജീവൻ നഷ്ടപ്പെടേണ്ടതില്ല എന്നാണല്ലോ. ഞാൻ അത് തന്നെയായിരുന്നു ഇത്രയും നേരം ആലോചിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നിങ്ങളോട് കുറച്ചു നേരം സംസാരിച്ചിട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചു. ഈ പറഞ്ഞ വാപ്പ ആരാകട്ടെ, നമുക്കൊരുപാട് പാഠങ്ങൾ ഇവിടെ ഉണ്ട്. അയാളുടെ ഡ്രൈവറോട് പറഞ്ഞു, അള്ളാഹുവേ, നീ നൽകിയതൊന്നും തടയാനും നീ തടഞ്ഞതൊന്നും നൽകാനും ഭൂമിയിൽ ഒരാൾക്കും സാധ്യമല്ലെന്ന് എല്ലാ നമസ്കാരത്തിന്റെയും ശേഷം ഒരു പ്രാർത്ഥന നമ്മൾ നടത്താറുണ്ട്. ഭൂമിയിൽ എന്തെല്ലാം എനിക്ക് വരാനുണ്ടോ അതൊക്കെ എനിക്ക് വരും, എന്തെല്ലാം എനിക്ക് നഷ്ടപ്പെടാനുണ്ടോ അതൊക്കെ നഷ്ടപ്പെടും. അസാൻ തുഹിബ്ബു ശൈഅൻ ഫഹുവ ശർറുൻ ലക്കും വഅസാൻ തക്റഹു ശൈഅൻ ഫഹുവ ഖൈറുൻ ലക്കും.
നിങ്ങൾ നന്മയാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ അതിന്റെ ആത്യന്തിക ഫലം ഒരുപക്ഷെ തിന്മയായിരിക്കും. നിങ്ങൾ തിന്മയാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ അതിന്റെ ആത്യന്തിക ഫലം ചിലപ്പോൾ നന്മയായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ധൃതി കൂട്ടിയതുകൊണ്ടും അപകടപ്പാച്ചിൽ നടത്തിയതുകൊണ്ടും കാര്യമില്ലല്ലോ. നിങ്ങൾ പരമാവധി വേഗതയിൽ പോന്നിട്ടുണ്ടല്ലോ. ഇന്നും ഞാനാ പറഞ്ഞ വ്യക്തിയും ഈ ആംബുലൻസ് ഡ്രൈവറും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അമുസ്ലിമായ ആ സുഹൃത്തിനോട് നിരന്തരമായ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇടയ്ക്ക് ഒരു നിമിഷം ഞാൻ വഴിമാറുകയാണെങ്കിൽ തീർച്ചയായും ലോകത്താരെങ്കിലും ആരോടെങ്കിലും നോബൽ പ്രൈസുകൾക്ക് വേണ്ടി നാമനിർദ്ദേശം ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തിപരമായി ഞാൻ പറയും, ആംബുലൻസിന്റെ സീറ്റിലിരുന്ന് ഒരു കുഞ്ഞു ജീവന് വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ച് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത ഹോസ്പിറ്റലുകളിലേക്ക് ഒരുപാട് ട്രാഫിക് ജംഗ്ഷനുകളെയും ഒരുപാട് ട്രാഫിക് ബ്ലോക്കുകളെയും അതിജീവിച്ചുകൊണ്ട് കുതിച്ചുപായുന്ന ഇത്തരം മനുഷ്യർക്കായിരിക്കും ഞാൻ എന്റെ നാമനിർദ്ദേശം ആയി ഒരുപക്ഷെ നൽകാൻ ആഗ്രഹിക്കുന്നു.